എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഔട്ടർ ആംഗിൾസ്. ഔട്ടർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറം കോണുകൾ. അപ്പോൾ എന്താണ് ഈ പുറം കോണുകൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്കിയേ, ഇവിടെ ഞാനൊരു ത്രികോണം വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിന്റെ അളവുകൾ നമുക്ക് തന്നിട്ടുണ്ട് 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി. ഇനി ഈ ത്രികോണത്തിന്റെ ഏതെങ്കിലും ഒരു വശം, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ വശം എടുക്കാമെന്ന് വിചാരിക്കാം, ഈ സൈഡ് ഞാൻ കുറച്ച് ഇങ്ങോട്ട് നീട്ടുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് നീട്ടിയപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടി അല്ലെ, ഇവിടെ നമുക്കൊരു കോണ് കിട്ടി അല്ലെ, ഈ ഒരു കോണ് കിട്ടി. അപ്പൊ ഈ കോണിനെയാണ് നാം എന്ത് പറയുക? ഈ ത്രികോണത്തിന്റെ ഈ മൂലയിലെ ഔട്ടർ കോൺ എന്ന് പറയും. അതായത് ഈ വെർട്ടെക്സിലെ ഒരു ഔട്ടർ കോണാണ്, പുറം കോണാണ് ഇപ്പൊ നമ്മൾ വരച്ചത്. അപ്പൊ ഇതേ മൂലയിൽ തന്നെയുള്ള ഇതിന്റെ അകത്തെ കോണിന് എന്ത് പറയും? ഇന്നർ ആംഗിൾ അഥവാ അകക്കോൺ എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പൊ പുറംകോൺ എന്ന് പറഞ്ഞാൽ ഒരു വശം നീട്ടിയാൽ കിട്ടുന്ന ഈ ആംഗിൾ നാം പുറംകോൺ എന്ന് പറയുക. അതിന്റെ തൊട്ടടുത്തല്ലേ, അതിന്റെ ഉള്ളിലുള്ള കോൺ നാം എന്ത് പറയും? ഇന്നർ ആംഗിൾ എന്ന് പറയും. അതായത് അകക്കോൺ എന്ന് പറയും. അപ്പൊ ഇന്നർ ആംഗിൾ. അപ്പൊ ഈ വശം ഈ നീട്ടിയ പോലെ നമുക്ക് ഏത് വശം അല്ലെ, 3 സൈഡുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഈ 3 സൈഡുകൾ നീട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ടർ ആംഗിളുകൾ കിട്ടും. ഈ വശം ഞാൻ ഇങ്ങോട്ട് നീട്ടി അല്ലെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു ഔട്ടർ ആംഗിൾ കിട്ടി അല്ലെ, അതിന്റെ ഇന്നർ ആംഗിൾ ആണിത്. ഇനി ഈ വശം, ഈ സൈഡ് ഞാൻ ഇങ്ങോട്ട് നീട്ടി, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു ഔട്ടർ ആംഗിൾ കിട്ടി അല്ലെ, അപ്പൊ അതിന്റെ ഇന്നർ ആംഗിൾ ആണിത്. നമുക്ക് ഇതിന്റെ ഈ ഔട്ടർ ആംഗിളിന്റെ അളവ് എത്രയാണെന്ന് നോക്കാം. എത്രയായിരിക്കും ഇതിന്റെ അളവ്? നമുക്കറിയാം, നോക്കിയാൽ ഈ സൈഡ് നമ്മൾ ഇങ്ങനെ നീട്ടിയപ്പോഴാണ് നമുക്ക് ഈ ആംഗിൾ കിട്ടിയത് അല്ലേ. അപ്പൊ നമുക്കറിയാം, ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ് അല്ലെ, 180 ഡിഗ്രിയാണ് അതിന്റെ. നമ്മൾ പ്രൊട്രാക്ടർ നോക്കിയാൽ കഴിയാം അല്ലെ, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 0 കഴിഞ്ഞാൽ പിന്നീട് 180, അതായത് 180 ഡിഗ്രിയാണ് ഇതിന്റെ മൊത്തം അളവ് അല്ലെ, ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ നോക്കിയാൽ നാം ഈ വശം ഇങ്ങനെ നീട്ടിയപ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടിയത്. അതായത് ഇത് മൊത്തം എത്ര വരും? മൊത്തം നമുക്കറിയാം 180 ഡിഗ്രി അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതെത്ര വരും? ഇവിടെ മുതൽ ഇവിടം വരെ 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? 180യിൽ നിന്ന് 180ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 60 ഡിഗ്രി കുറച്ചാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 120 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? മൊത്തം 180, 180ൽ നിന്ന് 50 കുറയ്ക്കുക അല്ലെ, 180 മൈനസ് 50, എത്ര കിട്ടും? 130 ഡിഗ്രി. അപ്പൊ ഇത് 130 ഡിഗ്രി. ഇനി ഇത് എത്രയായിരിക്കും? മൊത്തം 180 അല്ലെ. അപ്പൊ 180ൽ നിന്ന് 70 ഡിഗ്രി കുറയ്ക്കുന്നു അല്ലെ. അപ്പൊ ഇത് എത്രയായിരിക്കും? സീക്വൽ ടു എത്ര കിട്ടും നമുക്ക്? 110 ഡിഗ്രി, 110 ഡിഗ്രി ആയിരിക്കും ഇത്. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും, അല്ല എന്തുകൊണ്ടാണ് ഈ വശം നീട്ടിയത് അല്ലെ. ഇനി നമുക്ക് ഇവിടെ ഒരു വശം ഉണ്ടല്ലോ, ഈ വശം നീട്ടിയാൽ എന്ത് സംഭവിക്കും? അതായത് ഒരു കോർണറിലെ നമുക്ക് ഔട്ടർ ആംഗിളിന്റെ അളവ് എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ വശം നീട്ടാം, അല്ലെങ്കിൽ ഈ വശം നീട്ടാം. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ബന്ധം പറയാൻ പോണ്. അതായത് ഇവിടെ നമുക്ക് ഈ ഔട്ടർ ആംഗിളിന്റെ ഡിഗ്രി നമുക്ക് എത്ര കിട്ടി? 120 എന്ന് കിട്ടി അല്ലെ. ഓക്കെ. ഇനി നമുക്ക് ഈ ത്രികോണത്തിലെ മറ്റു രണ്ട് മൂല എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ഔട്ടർ ആംഗിൾ ആണ് ഇത് അല്ലെ. അപ്പൊ ഇതിനെ മാറ്റി നിർത്താം. ബാക്കി 2 കോർണറുകൾ അല്ലെ, ഏതാണ്? ഒന്നിന്റെ അളവ് 50, ഒന്നിന്റെ അളവ് 70 അല്ലെ. ഇത് തമ്മിലൊന്ന് കൂട്ടി നോക്കിയേ, നമുക്ക് എത്ര കിട്ടും? 50 പ്ലസ് 70 അല്ലെ, നമുക്ക് എത്ര കിട്ടി? സീക്വൽ ടു 120 ഡിഗ്രി അല്ലെ. ഈ ഔട്ടർ ആംഗിളിന്റെ ഡിഗ്രി എത്രയാണ്? അതും 120 ഡിഗ്രി. അതായത് ഒരു ത്രികോണത്തിലെ ഒരു ഔട്ടർ ആംഗിളിന്റെ അളവ്, ഇപ്പൊ ഈ ഔട്ടർ ആംഗിളിന്റെ അളവ് 120 ആണ് അല്ലെ. അതിന്റെ അളവ് എന്തിന് ഈക്വൽ ആയിരിക്കും? മറ്റു രണ്ട് ആംഗിളുകൾ, മനസ്സിലായല്ലോ? മറ്റു 2 ആംഗിൾ, ഈ ആംഗിൾ കൂട്ടാൻ പാടില്ല. മറ്റു 2 ആംഗിളുകളുടെ സമ്മിന് തുല്യമായിരിക്കും, തുകക്ക് തുല്യമായിരിക്കും. അപ്പൊ ഈ ആംഗിൾ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ, ഇതിന്റെ അകത്തെ ആംഗിൾ തന്നിട്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. മനസ്സിലായല്ലോ? 70ഉം 50ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 120. ഇനി നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. ഇവിടുത്തെ ഔട്ടർ ആംഗിളിന്റെ അളവ് എത്രയാണ്? 130 അല്ലെ, 130 ആണ്. ഇനി ഇതിന്റെ മറ്റേ 2 മൂലകളിലെ വെർട്ടെക്സിലെ കോണുകൾ നോക്കിയാൽ ഒന്ന് 70ഉം ഒന്ന് 60 അല്ലെ. 70ഉം 60ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 130 കിട്ടും അല്ലെ. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 130. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഈ 2 അളവ് തന്നു കഴിഞ്ഞാൽ ഈ അളവ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇവിടെ നമുക്ക് 110 ഡിഗ്രി കിട്ടി അല്ലെ. ഓക്കെ. ഇതിന്റെ മറ്റേ 2 മൂലകൾ എത്രയാണ്? ഏതൊക്കെയാണ്? 50ഉം 60ഉം. 50ഉം 60ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 110 കിട്ടും. ആ അളവല്ലേ ഇവിടെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഏത് ത്രികോണത്തിലും ഒരു മൂലയിലെ ഔട്ടർ ആംഗിൾ മറ്റേ 2 മൂലകളിലെ
ഇന്നർ ആംഗിളുകളുടെ അതായത് ഉള്ളിലുള്ള കോണുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഇനി നമുക്ക് ഒരു ത്രികോണം, ഈ ത്രികോണം തന്നെ എടുക്കാം. ഇതിലിപ്പോൾ നമുക്കറിയാം 3 ഔട്ടർ ആംഗിൾ ഉണ്ടായിരിക്കും അല്ലേ, 3 ഔട്ടർ ആംഗിൾ ഉണ്ടായിരിക്കും. ഈ 3 ഔട്ടർ ആംഗിളുടെ തുക എത്രയാണെന്ന് നോക്കിയേ. ശ്രദ്ധിക്കുക, ത്രികോണത്തിലെ സം ഓഫ് ഔട്ടർ ആംഗിൾ, അതായത് ആകെ പുറം കോണുകളുടെ തുക എത്ര വരും നോക്കിയാൽ. ഇതിന്റെ അളവ് എത്രയാണ്? 130 നമുക്ക് കിട്ടി. 130 പ്ലസ് ഇതിന്റെ അളവ് എത്ര കിട്ടി നമുക്ക്? 110 കിട്ടി. പ്ലസ് ഇതിന്റെ അളവ് എത്ര കിട്ടി? 120. എല്ലാം കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടും? 360 അല്ലേ, 360 ഡിഗ്രി. ഇനി നിങ്ങൾ വേറൊരു ത്രികോണം വരയ്ക്കുക, ഈ അളവുകൾ മാറ്റി വേറൊരു ത്രികോണം വരയ്ക്കുക, അതിന്റെ ഔട്ടർ ആംഗിൾ ഒന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിന്റെ ഔട്ടർ ആംഗിൾ ഒന്ന് കൂട്ടി നോക്കിയേ. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടും? 360 ഡിഗ്രി തന്നെ കിട്ടും. അതായത് ഏത് ത്രികോണത്തിന്റെയും ഔട്ടർ ആംഗിളുകളുടെ അളവ് എത്രയായിരിക്കും? സം ഓഫ് ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? എപ്പോഴും നമുക്ക് 360 തന്നെ കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ. ഇന്നർ ആംഗിൾ ആണെങ്കിലോ 180 അല്ലേ. ഇന്നർ ആംഗിൾ 180, ഔട്ടർ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 360 തന്നെ ആയിരിക്കും. അപ്പൊ ഓക്കെ, നമ്മൾ ത്രികോണത്തിന്റെ ഔട്ടർ ആംഗിൾ 360 ആണെന്ന് പറഞ്ഞു അല്ലേ. ഇനി അത് ഒരു ചതുർഭുജമാണെങ്കിലോ, അതായത് കോർഡിലേറ്റർ ആണെങ്കിലോ, അപ്പൊ ഇതിന്റെ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ വശം ഇങ്ങോട്ട് നീട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടി അല്ലേ. ഇനി ഈ വശം ഇങ്ങോട്ട് നീട്ടി, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടി. ഇനി നമ്മൾ ഈ വശം ഇങ്ങോട്ട് നീട്ടി, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടി. ഇനി നമ്മൾ ഈ വശം ഇങ്ങോട്ട് നീട്ടി, ഇവിടെ നമുക്കൊരു ആംഗിൾ കിട്ടി. ഇത് എത്രയായിരിക്കും മൊത്തം? നമുക്കറിയാം ഒരു ഔട്ടർ ആംഗിളും ഒരു ഇന്നർ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം എത്ര വരും? നമ്മോട് പറഞ്ഞല്ലേ 180 ഡിഗ്രി എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതായത് ഇവിടെ ഒരു 180 വരും, ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 180, ഇതും 180, ഇതും 180 അല്ലേ. അതായത് ഇവിടെ ആകെ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? അതായത് ശ്രദ്ധിക്കുക, സം ഓഫ് ഇന്നർ ആംഗിൾ, അതായത് മൊത്തം അകക്കോണിന്റെ അളവും പ്ലസ് ഔട്ടർ ആംഗിൾ, അതായത് മൊത്തം പുറംകോളുകൾ അളവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇവിടെ 180, ഇവിടെ 180, ഇവിടെ 180, ഇവിടെ 180 അല്ലേ. അതായത് 4 × 180 എത്ര കിട്ടും? 4 × 180 എന്ന് പറഞ്ഞാൽ 720, 720 ഡിഗ്രി അല്ലേ. അപ്പൊ മൊത്തം അകക്കോണുകളും പുറംകോണുകളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 720 കിട്ടും അല്ലെ. നമുക്കറിയാം ഒരു ക്വാഡ്രിലേറ്ററിന്റെ മൊത്തം ഇന്നർ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ട്രയാംഗിളിന്റെ ഇന്നർ ആംഗിളിന്റെ അളവ് 180, ഈ 4 വശമുള്ളതാണെങ്കിൽ എത്ര കിട്ടും? എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി അല്ലേ. അതിൽ നമുക്ക് നോക്കിയാൽ n-2 × 180, ആ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ അറിയാം അല്ലെ. n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 4 വശം. അപ്പൊ 4 - 2 × 180, അതായത് 2 × 180 = 360 ഡിഗ്രി. അപ്പൊ ഇതിന്റെ മൊത്തം ഇന്നർ ആംഗിൾ 360 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ ഇന്നർ ആംഗിൾ, സം ഓഫ് ഇന്നർ ആംഗിൾ എത്രയാണ്? എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഉള്ളിലെ ആംഗിൾ 360 ആണ് അല്ലെ. അങ്ങനെ ആണെങ്കിൽ ഔട്ടർ ആംഗിൾ എത്ര വരും? എല്ലാ ഔട്ടർ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? സം ഓഫ് ഔട്ടർ ആംഗിൾ എത്ര വരും? മൊത്തം 720 ഉണ്ട്, അതിൽ നിന്ന് മൊത്തം ഇന്നർ ആംഗിൾ എത്ര? അകക്കോൺ എത്രയാണ്? 360 അല്ലെ. അപ്പൊ 720 നിന്ന് 360 കുറച്ച് എത്ര കിട്ടും? 360 ഡിഗ്രി കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ചതുർഭുജം, അതായത് ഒരു ക്വാഡ്രിലേറ്ററിന്റെ പുറം കോണുകളുടെ അളവും എത്ര? സം ഓഫ് ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? അതും 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നാം ഇവിടെ പറഞ്ഞു ഒരു ട്രയാംഗിളിന്റെ സം ഓഫ് ഔട്ടർ ആംഗിൾ എത്രയാണ്? 360. ഇനി അത് ഒരു ക്വാഡ്രിലേറ്റർ 4 വശമുള്ളതാണെങ്കിലും അതിന്റെ മൊത്തം ഔട്ടർ ആംഗിളിന്റെ അളവും 360 തന്നെ. അപ്പൊ അതിനൊരു മാറ്റവും ഇല്ല. ഇനി അത് നമുക്കൊരു 5 വശമുള്ളത്, ഇപ്പൊ ഒരു പെന്റഗൺ ആണെങ്കിലോ അതിന്റെ ടോട്ടൽ ഔട്ടർ ആംഗിൾ എത്ര വരും? അത് നമുക്ക് നോക്കാം. ഇതൊരു പെന്റഗൺ അല്ലെ, ഒരു പഞ്ചഭുജം, 5 വശങ്ങളുണ്ട്. ഇതേപോലെ ഞാൻ ഇത് നീട്ടി, ഒരു വശം നീട്ടി, ഇത് നോക്കിയാൽ ഈ വശം നീട്ടി, ഈ വശം നീട്ടി, ഈ വശം നീട്ടി, ഈ വശം നീട്ടി. ഇതൊക്കെ ഔട്ടർ ആംഗിൾ അല്ലെ. 5 ഔട്ടർ ആംഗിൾ ഉണ്ടായിരിക്കും. അപ്പൊ എത്ര വശങ്ങളുണ്ടോ അത്ര ഔട്ടർ ആംഗിൾ ഉണ്ടായിരിക്കും അല്ലെ. ഓക്കെ, ഇനി നമുക്കറിയാം ഇത് മൊത്തത്തിൽ ഉണ്ടാകും 180 ഡിഗ്രി. ഇതെത്ര? 180. ഇത് മൊത്തം 180, ഇത് മൊത്തം 180, ഇത് മൊത്തം 180 അല്ലെ. അതായത് ഒരു ഔട്ടർ ആംഗിളും ഒരു ഇന്നർ ആംഗിളും കൂടി കൂടിക്കഴിഞ്ഞാൽ 180 അല്ലെ. അപ്പൊ നമുക്ക് മൊത്തം ഔട്ടർ ആംഗിളും മൊത്തം ഇന്നർ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആകെ എത്ര വരും? എത്ര 180? 1, 2, 3, 4, 5 അല്ലെ. അപ്പൊ നമുക്ക് മൊത്തം എത്ര കിട്ടും? 180 × 5 900 കിട്ടി അല്ലെ. 900 നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം മൊത്തം ഇന്നർ ആംഗിൾ എത്രയാണ്?
ഒരു പെന്റഗണിന്റെ മൊത്തം ഇന്നർ ആംഗിൾ 5 വശമാണ്. നമ്മളെങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ. n-2 ഇൻറ്റു 180 നമ്മളിത് പഠിച്ചതാണ്. 180 n എന്ന് പറഞ്ഞാൽ 5 5 - 2 ഇൻറ്റു 180. 5 - 2 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 180. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 540 ഡിഗ്രി അല്ലേ. അപ്പോൾ നമുക്ക് 540 ഡിഗ്രിയാണ് മൊത്തം ഇന്നർ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ മൊത്തം ഔട്ടർ ആംഗിൾ എത്ര വരും? സം ഓഫ് ഔട്ടർ ആംഗിൾ, അതായത് ആകെ പുറംകോണുകളുടെ അളവ് എത്ര വരും? മൊത്തം നമുക്കറിയാം 900 ആണ്. അതിൽ നിന്ന് എത്ര കുറയ്ക്കണം? ഈ 540 അല്ലെ. 540 എന്ന് പറയുന്നതാണ് മൊത്തം ഇന്നർ ആംഗിൾ. അപ്പൊ ഇന്നർ ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 0.63. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 360 ഡിഗ്രി തന്നെ കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? എത്ര വശങ്ങൾ ഉണ്ടായാലും 3 സൈഡോ 4 സൈഡോ 5 സൈഡോ എത്ര ആയിക്കോട്ടെ, എത്ര വശങ്ങൾ ഉണ്ടായാലും അതിൻ്റെയൊക്കെ ഔട്ടർ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അതിന് ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഇന്നർ ആംഗിൾ നമുക്കറിയാം മാറി മാറി വരും അല്ലെ. അപ്പൊ ഇന്നർ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത് ആണല്ലോ, അത് നമുക്കറിയാം. പക്ഷെ ഔട്ടർ ആംഗിൾ എപ്പോഴും എത്ര തന്നെ ആയിരിക്കും? ഔട്ടർ ആംഗിൾ ഒരു മാറ്റവും ഇല്ല, അത് 360 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ഞാനൊരു ക്വാഡ്രിലാറ്ററൽ അല്ലെ ചതുർഭുജം വരച്ചിട്ടുണ്ട്. ഇതിന്റെ അളവുകൾ 50 70 90 120. ഇതിന്റെ ഇന്നർ ആംഗിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഓരോന്നിന്റെ ഔട്ടർ ആംഗിൾ ഞാൻ വരയ്ക്കുകയാണ്. ഇങ്ങനെ വരച്ചു. അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ കിട്ടി അല്ലേ. അപ്പോൾ ഈ അളവ് എത്രയായിരിക്കും? മൊത്തം 180. അതിൽ ഇത് 70 ആണെങ്കിൽ എത്ര ഉണ്ടായിരിക്കും? 180ൽ നിന്ന് 70 കുറച്ചാൽ 110 ഡിഗ്രി അല്ലേ. ഇനി ഇത് കിട്ടി. ഈ ഔട്ടർ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? മൊത്തം 180, അതിൽ നിന്ന് 80 കുറച്ച് കഴിഞ്ഞാൽ 100 ഡിഗ്രി. ഇനി ഇവിടെ എത്ര ഉണ്ടായിരിക്കും? മൊത്തം 120 ഡിഗ്രി, 180 ഡിഗ്രി. അതിൽ നിന്ന് 120 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 60 ഡിഗ്രി. ഇനി ഈ ഔട്ടർ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? മൊത്തം 180, അതിൽ ഇത് 90 അല്ലെ. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും? 90 ഡിഗ്രി. അപ്പൊ നമുക്ക് 4 ഔട്ടർ ആംഗിളിന്റെ അളവും കിട്ടി. ഇനി നമുക്കറിയാം ട്രയാംഗിളിൽ ഒരു ത്രികോണത്തിൽ നാം എന്ത് പറഞ്ഞു? ഈ ഒരു ഔട്ടർ ആംഗിളിന്റെ അളവ് എത്രയായിരിക്കും? മറ്റു 2 ഇന്നർ ആംഗിളുകളുടെ സമ്മ് അല്ലെ, തുകയ്ക്ക് തുല്യമായിരിക്കും. അപ്പൊ 50ഉം 70ഉം 120. ആ 120 നമുക്ക് ഇവിടെ കിട്ടി. ഇനി ഇവിടെ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നാം നോക്കുന്നത്. ഇവിടെ നമ്മൾ ഈ 2 മൂലകൾ എടുത്തു, ഏതെങ്കിലും 2 മൂല. ഈ 2 മൂലകൾ എടുത്തു. അപ്പൊ 2 മൂലകളിലെ ഔട്ടർ ആംഗിളിന്റെ അളവ് ഒന്ന് നോക്കിയാൽ, ഒന്ന് 110 അല്ലെ, ഒന്ന് 110 ഡിഗ്രി. ഇവിടെ എത്രയാണ്? 100 ഡിഗ്രി അല്ലെ. ഇത് രണ്ടാണ് ഈ 2 മൂലകളുടെ ഔട്ടർ ആംഗിൾ. ഇനി ഇതല്ലാത്ത 2 ഇതിന്റെ ഇന്നർ ആംഗിൾ നോക്കിയാൽ, ഈ 2 ഇന്നർ ആംഗിൾ എടുക്കല്ലേ, ഇത് ഇതിനോട് ചേർന്ന ഇന്നർ ആംഗിൾ ആണ് അല്ലെ. ഇതിന്റെ ഇന്നർ ആംഗിൾ, ഇതിന്റെ ഇന്നർ ആംഗിൾ. മറ്റു 2 ഇന്നർ ആംഗിൾ ഏതൊക്കെയാണ്? 120ഉം ഇന്നർ ആംഗിൾ 120ഉം 90 അല്ലെ. 90 ഇത് തമ്മിലൊന്ന് കൂട്ടി നോക്കി എത്ര കിട്ടും? ഇവിടെ നമുക്ക് 110ഉം 100ഉം 210 കിട്ടി. ഇവിടെയാണെങ്കിലോ 120ഉം 90ഉം 210. അപ്പൊ ഇവിടെ നമുക്ക് 2 മൂലകളിലെ ഔട്ടർ ആംഗിൾ അതിന്റെ തുക സമ്മ് എന്തിന് തുല്യമാണ്? മറ്റ് 2 മൂലകളിലെ ഇന്നർ ആംഗിളിന് തുല്യമാണ്. ഇന്നർ ആംഗിളിന് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് ഇനി ഇത് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ 100 കിട്ടി, ഇവിടെ 60 കിട്ടി അല്ലെ. 100ഉം 60, 2 ഔട്ടർ ആംഗിൾ 100 + 60 എത്ര കിട്ടി? 160. ഇതേപോലെ നമ്മൾ ഇത് രണ്ടും അല്ലേ എടുത്ത്. അപ്പൊ ഇത് ഇനി ഇതിന്റെ മറ്റേ 2 ഇന്നർ ആംഗിൾ നോക്കിയാൽ, ഈ മറ്റു 2 ഇന്നർ ആംഗിൾ ഏതൊക്കെയാണ്? 90ഉം 70 അല്ലെ. അപ്പൊ 90ഉം 70 ഒന്ന് കൂട്ടി നോക്കിയേ എത്ര കിട്ടും? നമുക്ക് 160 ഡിഗ്രി കിട്ടും അല്ലെ. അതായത് ഇപ്പൊ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞത്? ഏത് ചതുർഭുജം എടുത്താലും ഏത് ക്വാഡ്രിലാറ്ററൽ എടുത്താലും അതിലെ 2 മൂലകളിലെ ഏതെങ്കിലും 2 മൂലകളിലെ ഔട്ടർ കോണുകളുടെ അളവ് എപ്പോഴെന്തായിരിക്കും? മറ്റ് 2 മൂലകളിലെ ഇന്നർ കോണുകളിലെ അളവുകൾക്ക് തുല്യമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ, മനസ്സിലുറച്ചല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 72 72 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ എന്താണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം? ഓൾ ഇന്നർ ആംഗിൾസ് ഓഫ് ആൻ 18 സൈഡഡ് പോളിഗൺ ആർ ഈക്വൽ. 18 വശങ്ങളുള്ള ഒരു പോളിഗണിന്റെ ബഹുഭുജത്തിന്റെ ഇന്നർ ആംഗിളുകളെല്ലാം എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾ? ഓരോ ഔട്ടർ ആംഗിളും ഓരോ പുറം കോണുകളും എത്ര ഡിഗ്രിയാണ്? അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ ഇവിടെ നോക്കിയേ, 18 വശങ്ങളുള്ള ഒരു പോളിഗൺ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര ഔട്ടർ ആംഗിൾ ഉണ്ടായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു എത്ര വശങ്ങളുണ്ടോ അത്രയും ഔട്ടർ ആംഗിൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ 18 വശങ്ങൾ ഉണ്ടെങ്കിൽ 18 ഔട്ടർ ആംഗിൾ ഉണ്ടായിരിക്കും അല്ലെ. അതായത് നമ്പർ ഓഫ് ഔട്ടർ ആംഗിൾ
അതായത് പുറംകോണുകളുടെ എണ്ണം. എത്ര പുറംകോൺ ഉണ്ടായിരിക്കും? എത്ര സൈഡുകളുണ്ടോ അത്രയും, അല്ലെ? നമ്പർ ഓഫ് സൈഡ്സ്. എത്ര പറഞ്ഞിട്ടുണ്ട്? 18 സൈഡുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ 18 ഔട്ടർ ആംഗിൾ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചു എത്ര സൈഡുകൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു പോളിഗണിന്റെ ഔട്ടർ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും, അല്ലെ? അത് എത്ര 3 സൈഡോ 4 സൈഡോ 10 സൈഡോ എത്രയായിരിക്കോട്ടെ, ഔട്ടർ ആംഗിൾ ഒരു മാറ്റവുമില്ല. ഔട്ടർ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും, അല്ലെ? അപ്പൊ നമുക്ക് സം ഓഫ് ഔട്ടർ ആംഗിൾ. അപ്പൊ അവിടെ എത്ര വശങ്ങൾ ഉണ്ടെങ്കിലും എത്ര തന്നെയായിരിക്കും? 360 ഡിഗ്രി തന്നെ ആയിരിക്കും, അല്ലെ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത്. അങ്ങനെയാണെങ്കിൽ ഒരു ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? 1 ഔട്ടർ ആംഗിൾ, ഒരു പുറംകോണിന്റെ അളവ് എത്രയായിരിക്കും? ആകെ എത്ര ഉണ്ട്? 360 ഡിഗ്രി ഉണ്ട്, അല്ലെ? അങ്ങനെ എത്ര നമ്പർ ഓഫ് ഔട്ടർ ആംഗിൾ, പുറംകോണുകൾ ആകെ എത്ര ഉണ്ട്? 18 ഉണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 360നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആ 360നെ 18 ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 36നെ 18 കൊണ്ട്, അല്ലെ? 18 × 2 ആണ് 36, അല്ലെ? അപ്പൊ നമുക്ക് 36ൽ 2 18 ഉണ്ട്, 2. പിന്നീട് 0 ഉണ്ട്, 0. അപ്പൊ എല്ലാത്തവരും എന്ത് ചെയ്യുക? പെട്ടെന്ന് ഹരിക്കാൻ പറ്റാത്തൊരു 2 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യുക, അല്ലെ? അപ്പൊ നമുക്കിവിടെ 180 എന്ന് കിട്ടും, ഇവിടെ 9 എന്ന് കിട്ടും. അങ്ങനെ ചെറുതാക്കി ചെറുതാക്കി നമുക്ക് 20 എന്ന് കിട്ടും. അപ്പൊ 1 ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? ഒരു പുറം കോൺ എത്രയായിരിക്കും? 20 ഡിഗ്രി. അപ്പൊ അതിൽ ഒരു ചോദ്യം കൂടി ഉണ്ട്, അല്ലെ? ഒരു ചോദ്യം കൂടി ഉണ്ട്. എന്താണ് ചോദ്യം? ഹൗ മച്ച് ഈസ് ഈച്ച് ഇന്നർ ആംഗിൾ? ഓരോ ഇന്നർ ആംഗിളും എത്ര വിധമാണ്, അല്ലെ? നമുക്ക് ഔട്ടർ ആംഗിൾ കിട്ടി, ഇന്നർ ആംഗിൾ എത്ര വിധമാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ചോദ്യത്തിലുണ്ട് ഇന്നർ ആംഗിൾ ഒക്കെ തുല്യമാണ്, അല്ലെ? അപ്പൊ ഇവിടെ നമുക്കറിയാം, നാം നേരത്തെ പറഞ്ഞു, ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും കൂടി കൂടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് മൊത്തം 180 ഡിഗ്രി കിട്ടും, അല്ലെ? ഔട്ടർ ആംഗിളിന്റെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നർ ആംഗിൾ എത്രയായിരിക്കും? 180ൽ നിന്ന് ഔട്ടർ ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നർ ആംഗിൾ കിട്ടും, അല്ലെ? നമുക്ക് ഔട്ടർ ആംഗിൾ അറിയാം 20 ഡിഗ്രി ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇന്നർ ആംഗിൾ എത്ര വരും? 180ൽ നിന്ന് 20 അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. അതായത് ഒരു ഇന്നർ ആംഗിളും 1 ഇന്നർ ആംഗിൾ പ്ലസ് 1 ഔട്ടർ ആംഗിൾ. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 180 ഡിഗ്രി, അല്ലെ? എപ്പോഴും ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇന്നർ ആംഗിൾ എത്രയായിരിക്കും? 1 ഇന്നർ ആംഗിൾ എത്രയായിരിക്കും? 180ൽ നിന്ന് ഔട്ടർ ആംഗിൾ കുറയ്ക്കണം, അല്ലെ? ഔട്ടർ ആംഗിൾ എത്രയാണ്? നമുക്ക് 20 ആണ് കിട്ടിയത്. അപ്പൊ 180ൽ നിന്ന് 20 കുറച്ചാൽ ബാക്കി ഇവിടുത്തെ ആംഗിൾ കിട്ടി, അല്ലെ? 160 ഡിഗ്രി. അപ്പൊ ഇതൊക്കെ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. ഇൻ വിച്ച് പോളിഗൺ ഇസ് ദി സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ വൺ ഫ്രം ഈച്ച് വെർട്ടെക്സ് ഈക്വൽ ടു ദി സം ഓഫ് ഇറ്റ്സ് ഇന്നർ ആംഗിൾ. മനസ്സിലായല്ലോ? അപ്പൊ ഔട്ടർ ആംഗിളുകളുടെ തുകയും ഇന്നർ ആംഗിളുകളുടെ തുകയും തുല്യമായിരിക്കണം. അപ്പൊ അത് ഏത് പോളിഗണിനാണ് കിട്ടുക എന്നാണ് ചോദ്യം. അതായത് ഒന്നാമത്തെ ചോദ്യം നമുക്ക് പറയാം സം ഓഫ് ഇന്നർ ആംഗിൾ, അതായത് ആകെ അകക്കോണുകളുടെ അളവ് എന്തിനു തുല്യമായിരിക്കണം? സം ഓഫ് ഔട്ടർ ആംഗിൾ, ആകെ പുറം കോണുകളുടെ അളവുകൾക്ക് തുല്യമായിരിക്കണം. അപ്പൊ നമുക്കറിയാം ഒരു പോളിഗണിന്റെ ഇന്നർ ആംഗിൾ അല്ലെ, അകക്കോണുകൾ കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താണ്? നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ? എന്താണ്? എത്ര വശങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? n-2 × 180 അല്ലെ? അപ്പൊ ഇങ്ങനെ ഗുണിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏത് പോളിഗണായാലും അതിന്റെ അകക്കോണുകളുടെ അളവ് നമുക്ക് കിട്ടും അല്ലെ? ഓക്കെ, അതെന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്? സം ഓഫ് ഔട്ടർ ആംഗിൾ. ഏത് ബഹുഭുജമായാലും ഔട്ടർ ആംഗിൾ ഒരു വ്യത്യാസവും ഇല്ല. എത്ര ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഇന്നർ ആംഗിൾ മാറും, ഔട്ടർ ആംഗിൾ മാറില്ല. നമുക്ക് എന്ത് കിട്ടി? n-2 × 180 = 360. അങ്ങനെ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയേ, n-2 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 360നെ എന്ത് ചെയ്താൽ മതി? ഈ 180 അല്ലെ × 180 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ /180 ആയി. 180 കൊണ്ട് നമ്മൾ ഹരിച്ചു. അപ്പൊ നമുക്ക് n-2 കിട്ടി അല്ലേ? അപ്പൊ 0 0 ക്യാൻസൽ ചെയ്തു. ബാക്കി 36/18 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. അപ്പൊ n-2 = 2. അങ്ങനെയാണെങ്കിൽ n എത്ര വരും? n = 2. ഈ 2 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +2 അല്ലെ? അപ്പൊ n-ൽ നിന്ന് 2 കുറച്ചാൽ 2 കിട്ടുന്നുണ്ടെങ്കിൽ n കിട്ടാൻ എന്ത് വേണം? ഈ 2 അങ്ങോട്ട് കൊണ്ടുപോകണം അല്ലെ? അപ്പൊ n 2 + 2 എന്ന് കിട്ടി നമുക്ക് 4. അപ്പൊ 4 സൈഡുകൾ.
അപ്പൊ നമുക്കറിയാം അല്ലേ, ഒരു ക്വാഡ്രിലേറ്റർ അതായത് ഒരു ചതുർഭുജം എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഇന്നർ ആംഗിൾ നമുക്കറിയാം 360 ഡിഗ്രി ആണ് അല്ലേ. ത്രികോണാണെങ്കിൽ 180, ചതുരം അല്ലെങ്കിൽ ക്വാഡ്രിലേറ്റർ ആണെങ്കിൽ 360 അല്ലേ, അത് നമുക്കറിയാം. ഇനി ഇതിന്റെ പുറം കോണത്തിലായിരിക്കും, നമുക്കറിയാം ഏത് പോളിഗണായാലും പുറം കോണത്തിലായിരിക്കും 360 അല്ലേ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആവുന്നത് എപ്പോഴാണ്? 4 വശങ്ങളുള്ളപ്പോഴാണ് ഇത് ഈക്വൽ ആവുക. അപ്പൊ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ഈക്വൽ ആവുക എപ്പോഴാണ്? 4 സൈഡുകളുള്ളപ്പോൾ. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾസ് ട്വൈസ് ദി സം ഓഫ് ദി ഇന്നർ ആംഗിൾ. അതായത് പുറം കോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ ഇരട്ടിയാകണം. ഇവിടെ ഈക്വൽ ആകുന്ന കാര്യമാണ് പറഞ്ഞത് അല്ലെ. ഇനി ഇരട്ടിയാകണം. അപ്പൊ നമുക്ക് സം ഓഫ് ഔട്ടർ ആംഗിൾ, അതായത് പുറം കോണുകളുടെ തുക എന്തിന്റെ ഇരട്ടിയാവണം? ഇന്നർ ആംഗിളിന്റെ ഇരട്ടിയാവണം അല്ലെ. അതായത് സം ഓഫ് ഇന്നർ ആംഗിൾ അതിന്റെ ഇരട്ടിയാവണം ഇൻറ്റു 2. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം സം ഓഫ് ഔട്ടർ ആംഗിൾ എപ്പോഴത്തേക്കും അതിലൊരു മാറ്റവും ഇല്ലല്ലോ, 360 ഡിഗ്രി അല്ലേ. അപ്പൊ ഔട്ടർ ആംഗിളിന് ഒരു മാറ്റവും ഇല്ല, 360 ഡിഗ്രി. സീക്വൽ ടു സം ഓഫ് ഇന്നർ ആംഗിൾ. ഇന്നർ ആംഗിൾ ഒക്കെ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. n-2 ഇൻറ്റു n-2 ഇൻറ്റു 180. ഇതാണ് ഇന്നർ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ അല്ലെ. ഇൻറ്റു പിന്നെ ഇവിടെ ഒരു 2 ഉണ്ട്, അതിന്റെ ഇരട്ടിയാവണം, അപ്പൊ 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 360 സീക്വൽ ടു n-2 ഇൻറ്റു 180 ഇൻറ്റു 2 എത്രയാണ്? 360. നമുക്കൊരു പണിയാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പണിയാം. ഈ സാധനം എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഇത് മൊത്തം ഇതിനെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം, ഇതിനെ നമുക്ക് അപ്പുറത്തോ എഴുതാം. വേറെ ഒന്നും ചെയ്തില്ല, ഒന്നും കൂടി മാറ്റി എഴുതുന്നത് മാത്രം. അപ്പൊ n-2 ഇൻറ്റു 360 സീക്വൽ ടു 360 അല്ലെ. ഒന്ന് തിരിച്ചെഴുതിയെന്നുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ കണ്ട പോലെ നമുക്ക് n-2 കാണാം അല്ലെ. n-2 സീക്വൽ ടു എന്ത് വരും? ഇവിടെ 360 ഉണ്ട്, ഈ ഇൻറ്റു 360 നമ്മൾ ബൈ 360 അല്ലെ. ഇൻറ്റു 360 ഇങ്ങോട്ട് പോകും, ബൈ 360 ആയി. ആ 360 നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ എത്ര പറ്റും? 360 ഒരു പ്രാവശ്യം അല്ലെ, 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? n-2 ഈസ് ഈക്വൽ ടു 1 കിട്ടി. അങ്ങനെയാണെങ്കിൽ n എന്ത് വരും? n ഈസ് ഈക്വൽ ടു ഈ 1 അവിടെയുണ്ട്, ഈ 2 -2 അങ്ങോട്ട് പോകുമ്പോൾ +2 ആയി അല്ലെ. അപ്പൊ 1 + 2 ഈസ് ഈക്വൽ ടു 3. ഇവിടെ സംശയമില്ലല്ലോ. അതായത് ഈ 360 ഇവിടെ തന്നെ എടുക്കുന്നു. നാം ഈ 360 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ബൈ ഇൻറ്റു എന്നുള്ളത് ബൈ ആയി. അപ്പോൾ 360/360 360 ഹരിക്കുമ്പോൾ എത്രയാണ്? 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? n-2 ഈസ് ഈക്വൽ ടു 1 കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 1 അവിടെ ഉണ്ട്, പിന്നെ ഈ 2നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +2 ആയി. നമ്മൾ ഇവിടെ ചെയ്ത അതേപോലെ തന്നെ, മനസ്സിലായില്ലേ? അപ്പൊ 2 1 3. അപ്പൊ എത്ര സൈഡ് ഉണ്ടായിരിക്കണം? 3 സൈഡുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് നോക്കിയാൽ 3 സൈഡുകൾ ഉണ്ടെന്ന് വെച്ചാൽ ഒരു ത്രികോണമായിരിക്കും അല്ലെ. ത്രികോണത്തിന്റെ മൊത്തം ഇന്നർ ആംഗിൾ എത്രയാണ്? നമുക്കറിയാം 180 ഡിഗ്രി അല്ലെ. ഔട്ടർ ആംഗിൾ ഏതായാലും ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? 360 ഡിഗ്രി അല്ലെ. അപ്പൊ ഔട്ടർ ആംഗിൾ ഇതിന്റെ ഇരട്ടിയല്ലേ, 180ന്റെ ഇരട്ടിയല്ലേ 360. അതാണ് പറഞ്ഞത് സം ഓഫ് ഔട്ടർ ആംഗിൾ ഈസ് സം ഓഫ് ഇന്നർ ആംഗിളിന്റെ ഇരട്ടി. ക്ലിയർ ആയല്ലോ? ഓക്കെ. എന്താണ് മൂന്നാമത്തത്? സം ഓഫ് ഔട്ടർ ആംഗിൾ ഹാഫ് ദി സം ഓഫ് ഇന്നർ ആംഗിൾ അല്ലെ. അതായത് പുറം കോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ പകുതിയാകണം. ഇവിടെ പറഞ്ഞു അകക്കോണുകളുടെ തുകയുടെ ഇരട്ടിയാകണം അല്ലെ. ഇനി പറയുന്നു പകുതിയാകണം. അപ്പൊ അതൊന്ന് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതായത് സം ഓഫ് ഔട്ടർ ആംഗിൾ, അതായത് പുറം കോണുകളുടെ തുക എന്തായിരിക്കണം? ഇന്നർ ആംഗിളുകളുടെ പകുതി അല്ലെ. അപ്പൊ അര ഭാഗം ഏതിന്റെ? ഇന്നർ ആംഗിൾ. സം ഓഫ് ഇന്നർ ആംഗിൾ അല്ലെ. ഇന്നർ ആംഗിളിന്റെ പകുതി. അപ്പൊ നമ്മൾ 1/2 കൊണ്ട് ഗുണിച്ചു അല്ലെ. ഇരട്ടി എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഗുണിച്ചു, പകുതി എന്ന് പറയുമ്പോൾ 1/2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 1/2 കൊണ്ട് ഇതിന് ശേഷം ഗുണിച്ചാലും മുമ്പ് ഗുണിച്ചാലൊക്കെ ഒന്ന് തന്നെ, എങ്ങനെ വേണമെങ്കിൽ ചെയ്തോ. നമുക്കറിയാം സം ഓഫ് ഔട്ടർ ആംഗിൾ എപ്പോൾ എത്രയായിരിക്കും? 360 അല്ലെ. അപ്പൊ അതിലൊരു മാറ്റവും ഇല്ല, 360 സീക്വൽ ടു അര ഇൻറ്റു സം ഓഫ് ഇന്നർ ആംഗിൾ. ഇന്നർ ആംഗിൾ കാണാൻ ഇക്വേഷൻ എന്താണ്? n-2 ഇൻറ്റു 180. അപ്പൊ ഇവിടെ നോക്കിയാൽ അടിയിൽ 2 ഉണ്ട്, ഇവിടെ ഗുണിക്കണം 180 അല്ലെ. അപ്പൊ നമുക്ക് 180 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. നമുക്ക് ഇവിടെ തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് 180നെ
2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 90 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 360 സീക്വൽ ടു ഇവിടെ എന്ത് വന്നു? n-2 ഇൻറ്റു 90 എന്ന് കിട്ടി അല്ലേ? ഇൻറ്റു 90. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തപോലെ തന്നെ n ഉള്ളത് നമുക്ക് ഇങ്ങോട്ട് എടുത്തിടാം, ഇതിനങ്ങോട്ട് വിടാം അല്ല. അപ്പോൾ നമുക്ക് തെറ്റാൻ സാധ്യത ഉണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. n-2 ഇൻറ്റു 90 സീക്വൽ ടു എന്ത് വരും? ഈ 360 നമ്മൾ അപ്പുറത്തോട്ട് വേറെ ഒന്നും ചെയ്തില്ല, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് n-2 കാണാമല്ലോ. n-2 സീക്വൽ ടു നേരത്തെ ചെയ്ത പോലെ തന്നെ 360 ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 90 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 0 0 വെട്ടിപ്പോയി, ബാക്കി എന്ത് വരും? 36/9 എന്ന് വെച്ചാൽ 9 ഇൻറ്റു 4 36 അല്ലേ? അപ്പോൾ 4 കിട്ടി. അപ്പോൾ n-2 എന്ന് പറഞ്ഞാൽ 4. അങ്ങനെയാണെങ്കിൽ n എന്ത് വരും? n ഈക്വൽ ടു 4 നമ്മൾ എഴുതി, ഇനി -2 2 കുറക്കണം എന്നുള്ളത് 2 കൂട്ടണം എന്നായി അല്ലേ? അപ്പോൾ 4 - +2 6. അപ്പോൾ 6 സൈഡ്. n എന്ന് പറഞ്ഞ സൈഡുകളാണ് അല്ലേ? അപ്പോൾ നമുക്ക് n എത്ര കിട്ടി? 6 സൈഡുകൾ. അപ്പോൾ 6 സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെക്സഗൺ അല്ലേ? ഹെക്സഗൺ ആണ്. അപ്പോൾ ഹെക്സഗണിന്റെ ഇന്നർ ആംഗിൾ നമുക്കറിയാം എത്രയാണ്? 720 ഡിഗ്രി അല്ലേ? 720 ഡിഗ്രി. ഇതിന്റെ ഔട്ടർ ആംഗിൾ എത്രയാണ്? ഔട്ടർ ആംഗിൾ എപ്പോഴായാലും 360 അല്ലേ? അപ്പോൾ ഇതിന്റെ എന്താണ്? ഇരട്ടി അല്ലേ? അതായത് ഇന്നർ ആംഗിളിന്റെ പകുതിയാണ് ഔട്ടർ ആംഗിൾ. സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇന്നർ ആംഗിളിന്റെ ഹാഫ്, പകുതി. ശരിയാണല്ലോ? അപ്പോൾ 6 സൈഡുകൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം നടക്കും. ഇനി നാലാമത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? സം ഓഫ് ഔട്ടർ ആംഗിൾ 1/3 സം ഓഫ് ഇന്നർ ആംഗിൾ അല്ലെ? അതായത് പുറം കോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ 1/3 ആയിരിക്കണം. 1/3. അപ്പൊ നമുക്ക് എഴുതാം സം ഓഫ് ഔട്ടർ ആംഗിൾ. നമുക്ക് ഒരേ മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും ചെയ്യാൻ പറ്റും. സം ഓഫ് ഔട്ടർ ആംഗിൾ ഇസ് ഈക്വൽ ടു 1/2 കൊണ്ട് ഗുണിക്കുന്ന പകരം 1/3 അല്ലെ? 1/3 ഇൻറ്റു സം ഓഫ് ഇന്നർ ആംഗിൾ, അതായത് ഇന്നർ ആംഗിളിന്റെ 1/3 ഭാഗം അല്ലെ? അപ്പൊ സം ഓഫ് ഔട്ടർ ആംഗിൾ നമുക്കറിയാലോ എത്രയാണ്? ഔട്ടർ ആംഗിൾ വ്യത്യാസമില്ല, 360 ഡിഗ്രി തന്നെ. സീക്വൽ ടു 1/3 ഇൻറ്റു സം ഓഫ് ഇന്നർ ആംഗിൾ കാണാൻ ഇക്വേഷൻ എന്താണ്? n-2 ഇൻറ്റു 180. ഒരേപോലെ തന്നെ, വേറെ ഒരു വ്യത്യാസമില്ല. അപ്പൊ നമുക്ക് 360 സീക്വൽ ടു ഇവിടെ നോക്കിയേ, 180 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? എത്ര പ്രാവശ്യം പോകും? 18 എത്ര 3 ഉണ്ട്? 6 3, പിന്നെ ഒരു 0 ഉണ്ടല്ലോ, 0. അപ്പൊ നമുക്ക് 60 എന്ന് കിട്ടി. അപ്പൊ 360 സീക്വൽ ടു n-2 ഇൻറ്റു 60. അപ്പൊ നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാണെങ്കിൽ n-2 ഇത് മാറ്റി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ അങ്ങനെ മാറ്റി എഴുതിയെന്നുള്ളൂ. സീക്വൽ ടു 360 എന്ന് കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് n-2 എങ്ങനെ കണ്ടുപിടിക്കാം? n-2 ഈക്വൽ ടു 360 ഇവിടെ ചെയ്ത പോലെ തന്നെ ബൈ 60 അല്ലെ? 0 0 ക്യാൻസൽ ചെയ്തു. 36 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 6 എന്ന് കിട്ടി. അപ്പൊ n-2 ഈക്വൽ ടു 6. അങ്ങനെയാണെങ്കിൽ n എന്ത് വരും? 6 ഈ -2 കൊണ്ട് വരുമ്പോൾ +2 ഈക്വൽ ടു 8. അപ്പൊ ഈ പോളിഗണിന് 8 സൈഡുകൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഔട്ടർ ആംഗിൾ ഇന്നർ ആംഗിളിന്റെ 1/3 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.